ലഹരിവേട്ടയ്ക്കായി സർക്കാർ തുടങ്ങിയ തൂഫാൻ പദ്ധതി സംസ്ഥാന വ്യാപകമായി ആഞ്ഞടിക്കുകയാണ്. പദ്ധതി തുടങ്ങി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ കേരളം ഒന്നാകെ അതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും അത്രയേറെ കേരളം പോലൊരു സംസ്ഥാനത്തെ കാർന്നു തിന്ന് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയമൊന്നും നോക്കാതെയാണ് പോലീസ് പരിശോധനകളും അറസ്റ്റുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അടുത്തിടയ്ക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ MDMA പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നത്. ഈ വിഷയം മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPM ചെയ്തത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന മുഹമ്മദ് ഹുസൈൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ് അറസ്റ്റിലായത്. ഇയാൾ പെരുമ്പാവൂർ സ്വദേശിയാണ്. ഇയാൾ മുഖ്യമന്ത്രിയുമൊത്തുള്ള ധാരാളം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് സതീശനെതിരെ ഈ വിഷയത്തിൽ CPM തിരിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് MDMA കേന്ദ്രമായി മാറിയെന്നായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ MB ഗോവിന്ദന്റെ ആരോപണം. എന്നാൽ പ്രതിയെ രക്ഷിക്കാൻ സർക്കാരോ പാർട്ടിയോ ശ്രമിച്ചെന്ന ആരോപണം ഉന്നയിക്കാൻ CPMന് കഴിയുന്നുമില്ല. അതാണ് തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിയിലെ സർക്കാർ നിലപാടിന്റെ വിജയവും. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് അങ്ങനെ മുന്നേറുമ്പോഴാണ് അപ്രതീക്ഷിതമായി CPMന് കനത്ത തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇന്ന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ മയക്കുമരുന്നുമായി 4 പേർ പിടിയിലായ വാർത്ത എല്ലാവരും കണ്ടതാണ്. അതിൽ DYFI നേതാവും ഉണ്ട് എന്നതാണ് ആ സംഭവത്തിന്റെ പ്രാധാന്യം. DYFI തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TM ഷിയാസും കൂട്ടാളികളുമാണ് പിടിയിലായത്. ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംഭാഗം ഡിവിഷനിലേക്ക് LDFന് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ വ്യക്തി കൂടിയാണ് ഈ ഷിയാസ്. ഇതൊന്നും പോരാഞ്ഞ് DYFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ജാഥയുടെ മുന്നണി പോരാളിയായി നിന്നയാളും ഷിയാസ് ആയിരുന്നു. 18 ഗ്രാം MDMAയും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. വാഹനത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വിറ്റ് അവർ മുന്നോട്ട് പോകുന്ന വഴിക്കാണ് ഇവരെ പോലീസ് വലയിലാക്കിയത്. ആ മേഖലയിലെ ലഹരി വിൽപ്പനയുടെ മുഖ്യ ആളുകളാണ് ഇവരെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മയക്കുമരുന്നുമായി ഓട്ടോറിക്ഷയിലും കാറിലുമായി സഞ്ചരിക്കുന്ന സമയത്താണ് ഇടവെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവരെ പോലീസ് പിടികൂടുന്നത്. കേൾക്കുമ്പോൾ 18 ഗ്രാമേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും അത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. 6 ഗ്രാമിൽ കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ അത് വാണിജ്യമെന്ന രീതിയിലാണ് കാണേണ്ടതെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, അത് പ്രതികളുടെ സ്വത്തുക്കൾ വരെ കണ്ടുകെട്ടാവുന്ന കുറ്റവുമാണ്. അടുത്തിടെ ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയെന്നാണ് പോലീസ് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മയക്കുമരുന്നിന് പുറമെ 4000-ലേറെ രൂപയും പലരുടെ പേരിലുള്ള ചെക്കുകളും ATM കാർഡുകളും ഒക്കെ ഈ കൂട്ടാളികളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ്. വലിയൊരു റാക്കറ്റിന്റെ ഭാഗമാണ് ഇവരെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവരുടെ ഈ മയക്കുമരുന്ന് വിപണനത്തിന് എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള സഹായം കിട്ടുന്നുണ്ടോ, ഈ പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ഇന്ന് വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് പോലീസ് മേധാവി അക്കാര്യത്തിൽ പറയുന്നത്. എന്തായാലും പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവരെ പിടിച്ച കൂട്ടത്തിൽ എന്നെയും പ്രതിയാക്കി എന്നൊക്കെയാണ് DYFI നേതാവായ ഷിയാസ് മാധ്യമങ്ങളോട് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരു കേസിലും പ്രതികൾ പിടിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ MDMA കേസിലൊക്കെ പിടിക്കപ്പെടുമ്പോൾ അവർ അങ്ങനെയാണ് പറയുന്നത്. അടുത്തിട്ട് നമ്മൾ നിരവധി കേസുകൾ ഇത്തരത്തിൽ കണ്ടതാണ്. എന്തായാലും ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ CPM DYFIയും എന്താണ് പറയുന്നത് എന്നാണ് അറിയേണ്ടത്. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും ആരോപണ മുന്നിൽ നിർത്തിയ CPM DYFI നേതാവിന്റെ അറസ്റ്റിൽ ഏത് ഓഫീസിനെ കുറ്റപ്പെടുത്തുമെന്ന് നോക്കാം. DYFI MDMAയുടെ മൊത്ത കച്ചവടക്കാരാണ് അല്ലെങ്കിൽ മൊത്ത വിൽപ്പനക്കാരാണെന്ന് ആരോപിച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ ഇവിടെ കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൽ ഇതുവരെ രാഷ്ട്രീയമൊന്നും കലർത്തിയിട്ടില്ല. കോൺഗ്രസുകാരെയും UDFകാരെയും മയക്കുമരുന്നുമായിട്ട് പിടിച്ചാൽ രക്ഷിക്കാം, മറ്റുള്ളവരെ പിടിച്ചാൽ ജയിലിടാം എന്നതൊന്നുമല്ല സർക്കാരിൻ്റെ നയം. ആരാണെങ്കിലും അത് രാഷ്ട്രീയം നോക്കാതെ മുന്നണി വ്യത്യാസമില്ലാതെ കുറ്റക്കാരായവരെയെല്ലാം ശിക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാട്. അത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും എല്ലാം തന്നെ പല സമയത്തും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനിടയിലാണ് CPM രാഷ്ട്രീയം കളിക്കാൻ നോക്കിയത്. മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പിടിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൂട്ടിക്കെട്ടി മുഖ്യമന്ത്രിക്കെതിരെ ആ ഒരു വിഷയം തിരിക്കുകയും ഗുരുതരമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കുകയും ചെയ്യുകയാണ് CPM നടത്തിയത്. ആ നീക്കത്തിന് എന്തായാലും കിട്ടിയ ഒരു കനത്ത തിരിച്ചടിയായിട്ട് ഈ DYFI നേതാവിന്റെ അറസ്റ്റ് മാറി എന്നതിൽ സംശയമില്ല. യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള AA റഹീം. പക്ഷേ ഇന്ന് ഈ വാർത്ത വന്നതിന് ശേഷം, അതായത് DYFIയുടെ ഒരു മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള നേതാവിനെ MDMAയുമായിട്ട് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം റഹീമിനെ ആരും കണ്ടിട്ടില്ല. എന്തായാലും സ്വന്തം സംഘടനയിലെ സഖാവ് MDMA കേസിൽ അറസ്റ്റിലായതിനെ റഹീമിനി എന്തു പറഞ്ഞ് ന്യായീകരിക്കുമെന്നറിയാനുള്ള കൗതുകത്തിലാണ് കേരളം.